അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, തേജസ് ന്യൂസ് ഒരുക്കിയ റമളാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു സത്യവിശ്വാസിയുടെ ജീവിത ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഖുർബത്തും റിളയും അഥവാ അവൻ്റെ സാമീപ്യവും അവൻ്റെ തൃപ്തിയും കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനിൻ്റെ ജീവിത ലക്ഷ്യം റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവർ വിജയിച്ചിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ, സൂറത്തുൽ ബയ്യിന. അള്ളാഹു അവരെ സംബന്ധിച്ച് സംതൃപ്തനായിരിക്കുന്നു, റബ്ബിനെ കുറിച്ച് അവരും സംതൃപ്തരായിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് പരമപ്രധാനം. ആ റബ്ബിൻ്റെ തൃപ്തി കിട്ടുവാൻ എന്തു ചെയ്യണം? നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കണം. എങ്ങനെയാണ് അടുക്കേണ്ടത്? ഫർളായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ഫറായിദ് കൊണ്ടാണ്, ഫർളുകൾ കൊണ്ടാണ്, നിർബന്ധ കർമ്മങ്ങൾ കൊണ്ടാണ്. നിർബന്ധമായിട്ടുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ അള്ളാഹു നിർബന്ധമായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുക. എന്നാൽ ആ നിർബന്ധം നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കരസ്ഥമാക്കുവാൻ നവാഫിൽ കൊണ്ട്, സുന്നത്തിലൂടെ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് ഖുദ്സിയായ അതേ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ സുന്നത്തിലൂടെ നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് പ്രധാനം. റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണം. ആ ഇഷ്ടം ലഭിക്കണമെങ്കിൽ, സ്നേഹം ലഭിക്കണമെങ്കിൽ ഫർള്, സുന്നത്ത് കർമ്മങ്ങൾ അതിൽ കൃത്യനിഷ്ഠ പാലിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും അതിൽ നൈരന്തര്യം പാലിക്കുകയും ചെയ്യണം. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഏറെ സ്നേഹമുള്ളവരാണ്. വല്ലദീന ആമനു അശദ്ദു ഹബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ്, അഗാധമായ സ്നേഹമുള്ളവരാണ്. അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിച്ചാൽ അള്ളാഹു ഇങ്ങോട്ടും സ്നേഹിക്കുന്നതാണ്. അള്ളാഹു തന്നെ പറയുന്നില്ലേ, എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കുന്നതാണ്. എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ എത്ര കണ്ടെടുക്കുന്നുവോ അതിലേറെ വേഗതയിൽ പടച്ച തമ്പുരാൻ ഇങ്ങോട്ടടുക്കാൻ വെമ്പുകയാണ്. അങ്ങനെ റബ്ബെടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹഭാജനങ്ങളായി മാറും, ഇഷ്ടപാത്രങ്ങളായി മാറും. അങ്ങനെ സ്നേഹഭാജനങ്ങളായി മാറിയാൽ അള്ളാഹു തന്നെ പറയുന്നത്, അവൻ കാണുന്ന കാഴ്ച ഞാനാകും, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ്റെ കൈകൊണ്ട് പിടിക്കുന്ന പിടുത്തം ഞാനാകും, അവൻ നടക്കുന്ന നടത്തം ഞാനാകും എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ കാഴ്ചയും കേൾവിയും പ്രവർത്തനങ്ങളും മുഴുവനും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും അവൻ്റെ തൃപ്തിപ്രകാരവും അവൻ്റെ ഇഷ്ടപ്രകാരവുമായിരിക്കും. അങ്ങനെ റബ്ബിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും കേൾവിയും കാഴ്ചയുമായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള അദൃശ്യമായ സഹായങ്ങൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കും. റബ്ബിൽ നിന്നുള്ള അഭൗമികമായ സഹായങ്ങൾ അവന് ലഭ്യമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ദുനിയാവിലെ ജീവിതം എളുപ്പമാകും. റബ്ബിൻ്റെ സഹായമാണ് പ്രധാനം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ പാദങ്ങളെ ഏത് പ്രതിസന്ധിയിലും പടച്ചവൻ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അപ്പോൾ ദുനിയാവിൽ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ,
അള്ളാഹുവിനെ സഹായിക്കേണ്ടതുണ്ട്. അത് ഇപ്പറഞ്ഞ പ്രകാരം ഫർളിലൂടെയും സുന്നത്തിലൂടെയും ഒക്കെ തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രീഭൂതരായ ആളുകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്ന രീതി പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിനെ കുറിച്ച് സംതൃപ്തമായ മനസ്സേ, ആത്മാവേ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവൻ കേൾക്കുന്ന അഭിസംബോധനയാണത്. അള്ളാഹുവിനെ കുറിച്ച് സംതൃപ്തമായ മനസ്സ്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ ഖുർബത്തും റിളയും ലഭിച്ച് അങ്ങനെ റബ്ബിൻ്റെ എല്ലാ വിധിയിലും സമാധാനമടഞ്ഞ മനസ്സേ. ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങി വന്നാലും റാദിയതൻ മർദിയ, ആ രക്ഷിതാവ് നിന്നെക്കുറിച്ച് സംതൃപ്തനാണ്, നീ ആ രക്ഷിതാവിനെ കുറിച്ചും സംതൃപ്തനായ നിലയിൽ. റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലേ? ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കി അള്ളാഹു നിന്നെ കുറിച്ചും സംതൃപ്തനാണ്. ആ റബ്ബിലേക്ക് നീ തിരിച്ചു വരിക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സൽക്കർമ്മകാരികളായ സച്ചരിതരായ അടിമകളിലേക്ക് നീ പ്രവേശിക്കൂ, എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കൂ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർബത്തും റിളയും ലഭിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ വിളി കേട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് ഫർളുകളിലൂടെ, സുന്നത്തുകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആയിലൂടെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലൂടെ, അവിടുത്തെ മേൽ സലാത്ത് ചെല്ലുന്നതിലൂടെ, അങ്ങനെ അവിടുത്തെ പാദടികൾ അനുധാവനം ചെയ്യുന്നതിലൂടെ, പിൻപറ്റുന്നതിലൂടെ റബ്ബിൻ്റെ ഖുർബത്തും റിളയും നേടി അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ റബ്ബിൻ്റെ സംതൃപ്തി ലഭിച്ചവരായി അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.